യാത്രകളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും തക്ക സമയങ്ങളിൽ യേശുവിനെ വിളിച്ചുണർത്തി അവരുടെ പ്രതികൂലത്തിൽ അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിൽ യേശു അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രതികൂലമായ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവരുടെ ശാന്തമായ തുറമുഖത്തേക്ക് ചെന്ന് എത്തക്കത്തക്ക നിലകളിൽ അവർക്ക് ആ അനുകൂലമായ യാത്രാ സംവിധാനങ്ങളെ, യാത്രാ ക്രമീകരണങ്ങളെ ഒരുക്കുവാനിടയായി തീർന്നു. അവിടെ മുൻപോട്ടുള്ള യാത്രകൾക്ക് തടസ്സമായി പ്രതികൂലമായി കാറ്റുകൾ ഉയർന്നപ്പോൾ, കടൽ തിരമാലകൾ അടിച്ചു കയറുമ്പോൾ അവരുടെ പ്രാണൻ പോലും അപകടത്തിലായി പോകും. ആ ആഴിയിലേക്ക് അവർ മുങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ കടന്നു വന്ന മാത്രകളിൽ തന്നെ യേശു അവർക്ക് വേണ്ടി രക്ഷകനായി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക്, സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യന്റെ കൂടെയുള്ളപ്പോൾ, ദൈവം ഒരുവനോടുകൂടെ ആയിരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും തക്ക സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഈ പകൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുന്നത്. ഏതെങ്കിലും ഭാരത്തിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെതായ കണക്കുകൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് പലവിധമായ വിപത്തുകൾ ഓടിക്കയറി വരുമ്പോൾ, യാത്രകൾക്ക് തടസ്സമായി ശിഷ്യവൃന്ദങ്ങൾ അനുഭവിച്ചതുപോലെ പല പ്രശ്നങ്ങളുടെയും പ്രതികൂലമായ കാറ്റുകളൊക്കെ ഓടിക്കയറി വരുമ്പോൾ ഇതാ യേശുവിനെ വിളിക്കുന്നവർക്ക് വേണ്ടി, യേശു ഉള്ളവർക്ക് വേണ്ടി, യേശു ജീവിതത്തിൽ ഉള്ളവർക്ക് വേണ്ടി ശക്തമായി അവരെ രക്ഷിക്കുവാൻ കഴിയുന്ന നിലകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതായ ഒരാത്മ സന്ദേശമാണ് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത്. യേശുവുള്ള പടക് തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. യേശുവുള്ള ജീവിതം നഷ്ടമായി തീരുവാൻ ദൈവം അനുവദിപ്പിക്കത്തില്ല. യേശുവുള്ള ജീവിതം അസമാധാനത്തിലേക്ക് പോകുവാൻ സമ്മതിക്കത്തില്ല. യേശുവുള്ള ജീവിതം സമാധാനപരമായിരിക്കും. സന്തോഷപരിപൂർണമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരും. എല്ലാ നിലകളിലുമുള്ള അനുഗ്രഹ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് മുൻപോട്ട് പോകുവാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് ദൈവത്തോടു കൂടെയായിരുന്ന മനുഷ്യൻ പാപമെന്ന കാരണത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നത്. പാപം എന്ന പാപം ആ കാരണങ്ങൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മനുഷ്യൻ അകന്നു പോകുവാനിടയായി തീർന്നു. പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ്. ദൈവത്തെ അനുസരണക്കേട് കാണിക്കുക, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയതുകൊണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ അകന്നുപോയ മനുഷ്യനെ ഒരിക്കലും തന്നോട് അടുപ്പിക്കുവാൻ കഴിയാതെ ഇരിക്കവേ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതികൾ, രക്ഷാ പദ്ധതി എന്ന നിലയിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ നിത്യനാശത്തിലേക്ക് പോകുന്ന മനുഷ്യനെ, നിത്യശിക്ഷയിലേക്ക് പോകുന്ന മനുഷ്യനെ, മരണത്തിന്റെ ആ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യനെ രക്ഷിച്ചു നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോ ഈ ലോകത്തെ യേശു വന്നതിന്റെ ഏക ഉദ്ദേശമെന്ന് പറയുന്നത് തന്നിൽ നിന്ന് അകന്നുപോയ, തന്നിൽ നിന്ന് അടന്നു മാറിയ, തന്നിൽ പാപം നിമിത്തം അകന്നുപോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി, നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യേശുവിനെ ലോകത്തിലേക്ക് അയപ്പാനിടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമുദ്രം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിൽ അവതരിപ്പാനിടയായി തീർന്നു. കന്യകാമറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ 33.5 തിരുവയസ്സ് വരെ ലോകത്തിൽ ജീവിച്ചു. അനേക അത്ഭുത യേശു ചെയ്യുവാനിടയായി തീർന്നു. തന്നിലേക്ക് വന്ന രോഗികളെ യേശു സൗഖ്യമാക്കി, തന്നിലേക്ക് വന്ന മുടന്തർക്ക് അവൻ സൗഖ്യം കൊടുത്തു, രോഗികളെ അവൻ സൗഖ്യമാക്കി. ഭൂതഗ്രസ്തരെ, ഭൂതത്താൽ പിടിക്കപ്പെട്ടവർക്ക് വിടുതൽ കൊടുക്കുവാനിടയായി തീർന്നു. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുവാൻ
കൊണ്ടുവരുവാനിടയായി. മറ്റ് പലവിധമായ വ്യാധികൾ പിടിക്കപ്പെട്ടവർക്ക് അതെ അവരുടെ വ്യാധികളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനിടയായി തീർന്നു. സർവശക്തനായ യേശു ക്രിസ്തു അതെ തന്നിലേക്ക് വരുന്ന സകലർക്ക് പാപമോക്ഷണം കൊടുത്തുകൊണ്ട്, രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട്, അത്യത്ഭുതമായ ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന, അസാധ്യമായി നിൽക്കുന്ന വിഷയങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് മനുഷ്യനെ സൗഖ്യമാക്കുവാൻ, രക്ഷിക്കുവാനിടയായി തീർന്നു. അതെ, ആ യേശുവിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ആരെങ്കിലും രോഗത്താൽ, ഭാരത്താൽ, വിഷമതകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സമയം വിളിച്ചു പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പോ യേശുവിലുള്ള വിശ്വാസം നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. യേശുവിലുള്ള വിശ്വാസം ആ നിത്യ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും.